Hi friends, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫുഡും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സാധനം അൺബോക്സ് ചെയ്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹൈ പ്രഷർ വാഷർ 2000 വാട്ട്സിൻ്റെ ഇത് വാങ്ങുന്നൊരു വീഡിയോ മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഞാനിത് തുറന്ന് കാണിച്ചു തരാമെന്നൊക്കെ. അപ്പോൾ ഇത് ടോട്ടൽ എന്നൊരു ബ്രാൻഡിൻ്റെ ആണ് പ്രൊഡക്റ്റ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഉള്ള ഒരു ജപ്പാൻ ബ്രാൻഡാണിത്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ കേരളത്തിലാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റാണിത്, പ്രഷർ വാഷർ. ഇത് ഞാൻ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. ഇതിൻ്റെ പാക്കിങ് നല്ലൊരു ക്വാളിറ്റിയുള്ള പാക്കിങ് തന്നെയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 2000 വാട്ട്സാണ്. ഇതിൻ്റെ കുറഞ്ഞതും കൂടിയൊക്കെ ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ടൂൾസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. ഇതിൻ്റെ വേറെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എന്തൊക്കെയാണ്? 2000 വാട്ട്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ 220 വോൾട്ട്, മാക്സിമം പ്രഷർ 150 ബാർ. അതാണ് അതിൻ്റെ ഒരു പ്രഷറിൻ്റെ കണക്ക്. 150 ബാർ, 100 ബാർ, 200 ബാർ, അങ്ങനെ 200 150 ആ റേഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് 150 ബാറിൻ്റെയാണ്. പിന്നെ വരുന്നത് റേറ്റ് ഫ്ലോ 6 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അതായത് വാട്ടർ ഫ്ലോ ഒരു മിനിറ്റിൽ 6 ലിറ്റർ വരെ പോകും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത 100% കോപ്പർ വയർ മോട്ടർ, അതായത് ഇൻഡക്ഷൻ മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനത്തെ സാധനം നോക്കി വാങ്ങാൻ കുറേ ലൈഫ് കിട്ടും. വേറെ എന്തോ ഒരു മോട്ടറിന് എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ മോട്ടർ വെച്ചിട്ടുള്ള ചെറിയ വില കുറഞ്ഞത് കിട്ടും. അത് വാങ്ങാതിരിക്കുക. അത് എല്ലാ കമ്പനിയുടെയും ഉണ്ടാവും, അങ്ങനെ കുറഞ്ഞതും കൂടിയതും. ഹൈ ക്വാളിറ്റി മെറ്റൽ പമ്പ്, പിന്നെ ടോട്ടൽ വാക്വം പ്രഷർ ഗം, അതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഈ പാക്കിങ്ങിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് ഇതിൻ്റെ സോപ്പ് ട്രേ ആണ്. പിന്നെ അതിൻ്റെ ഒരു ഹൈ പ്രഷർ ഓസ്, ഇത് 5 മീറ്ററാണ് അത്ര അതിന് കണക്ക്. 5 മീറ്റർ കേബിളും ഉണ്ടാവും. അതായത് പവർ കേബിൾ, പവറും ആണല്ലോ, ആ കേബിളും ഉണ്ടാവും. ഇതിൻ്റെ ഓസും 5 മീറ്റർ ഉണ്ടാവും. പിന്നെ അടുത്ത് വരുന്നത് ഇതിൻ്റെ ഗൺ. പിന്നെ വരുന്നത് ഗണ്ണിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇത് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ളത്. എങ്ങനെ ഫിറ്റ് ചെയ്യാന്നൊക്കെ നോക്കാം നമുക്ക്. ഒന്ന് വാ, അതിൻ്റെ ഉള്ളിലുള്ളത് കാണാം. ഇതതിൻ്റെ മെയിൻ മോട്ടർ വരുന്നത് ഇതിൽ. അത് തന്നെ എടുക്കാം, മോട്ടർ തന്നെ എടുക്കാം. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട്. കിട്ടി. അയ്യോ, ഇവരുടെ കളർ ഭയങ്കര രസമുള്ളൊരു അട്രാക്ഷൻ വരുന്നൊരു കളറാണ്. കണ്ടോ, ഈ ഒരു തരത്തിലുള്ള ബ്ലൂവും ഗ്രേയും കൂടെ മിക്സ് ചെയ്തൊരു കളർ. അതെല്ലാ പ്രൊഡക്റ്റിനും ആ ഒരു കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ വെക്കുന്ന ഹാൻഡിൽ, യൂസർ മാനുവൽ, പിന്നെ ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ള 2 സ്ക്രൂ ഉണ്ട്. പിന്നെ ഒരു കമ്പി ഉണ്ട്. അതെവിടെ എന്ത് പർപ്പസാണ് വരികയെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ ആക്സറീസ്. 1 2 3 4 5 6 ആക്സറീസും പിന്നെ അതിൻ്റെ മെയിൻ മോട്ടറും. ഇത് അച്ചൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അച്ചൂസ് ഒന്ന് കുളിച്ച് രാവിലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അച്ചൂസ് നമ്മൾ എന്താണെന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അവിടെ കൊണ്ടൊന്നുമില്ല. ഇതതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കേബിൾ. ഒരു നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ളൊരു കേബിളുണ്ട്. 2000 വാട്ട്സിൻ്റെ അല്ലേ. അപ്പോൾ അതും 5 മീറ്റർ ഉണ്ട്. പാസരം അച്ചൂസ് ഉണ്ടോ, നല്ല പാസരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പൊട്ടിക്കണോ? പാസരം പൊട്ടിക്കണോ? നമുക്ക് വേറെ വാങ്ങാം കേട്ടോ. അപ്പോൾ 5 മീറ്റർ കേബിളുണ്ട്. ഇനി ഇതിന് വീലുള്ള മോഡലുണ്ട്. കാരണം ഇത്രയും വെയിറ്റ് ഉള്ളതല്ലേ. അത്ര വെയിറ്റ് എന്ന് പറയാൻ മാത്രമല്ല. ഇതിൻ്റെ വെയിറ്റ് എത്ര കപ്പാസിറ്റി പറയാൻ നമുക്ക് പൊന്തിക്കാനുള്ള വെയിറ്റ് തന്നെ ഉള്ളൂ. ഇതിന് പൊന്തിക്കാനുള്ള വെയിറ്റ് തന്നെ ഉള്ളൂ. പക്ഷേ ഇതിനൊരു വീലുണ്ട്. ഇതിന് ഹാൻഡിലും കൂടി ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഈ 2 പാർട്സും കൂടി ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യാം? ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് 4 സ്ക്രൂ ഉണ്ട് ഇതിന്, വലുതും ചെറുതും നോക്കിയിടുക. വലിയ 2 സ്ക്രൂ ഇവിടെയാണെന്ന് തോന്നുന്നു. ബോക്സ് എടുത്ത് അങ്ങനെ പോന്നാ. പക്ഷേ ആ ചെറിയ സ്ക്രൂ എടുത്താൽ അതിൻ്റെ ചെറിയ സ്ക്രൂ. അങ്ങനത്തെ ഒന്നും കൂടി ഉണ്ടാവും, എടുക്കും. അതല്ല. ഓക്കെ, താങ്ക് യു. 2 എണ്ണം. അപ്പോൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്തു. ഇവിടെ 2 സ്ക്രൂ, ഫ്രണ്ടിൽ അടിയിൽ 2 സ്ക്രൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ബോക്സ്, സോപ്പിൻ്റെ പാത്രം, നമുക്ക് സോപ്പ് ഷാമ്പു എന്ന് വേണമെങ്കിലും പറയാം. ഇതിൻ്റെ ഈ പൈപ്പ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഇവിടെ ഫിക്സ് ചെയ്യുക. ജസ്റ്റ് ഇതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട്, അതിലാണ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ ഫിക്സ്. ഇത്ര ഉള്ളത് ഊരാൻ പറ്റുന്നതാണ് പെട്ടെന്ന്. എന്നിട്ട് ഇതിൻ്റെ ഈ ബാക്കിൽ ഇതാണ് സോപ്പിനുള്ള
സ്പേസ് വരുന്നത് അതിലിട്ടേക്കുക. ഇനി നമ്മുടെ ഗണ്ണാണ്. ഗണ്ണ് പൊട്ടിച്ചെടുക്കാം. അയ്യോ, ഗണ്ണിൻ്റെ ഇത് ഇതിനകത്തേക്ക് വെക്കണം. അതപ്പോൾ ഗണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്യാനുണ്ട്, അതാണ്. ഓക്കെ, ഇപ്പോൾ ഗണ്ണ് ഫിക്സായി. ഇനി ഇതിൻ്റെ അറ്റത്താണ് ഇവിടെ സ്പീഡും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യണത്, കൂട്ടും കുറക്കുകയോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഫാന് സ്റ്റീം എന്ന് എഴുതിയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. ഗണ്ണ് പൊളി സ്ഥാനം. ഇതിവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ആ, അച്ഛന് ഇപ്പോൾ അതാ കാര്യത്തിൽപ്പെട്ടത് കുറേ കിട്ടും. പക്ഷെ പൊട്ടിക്കണ ഒന്നുമില്ല കേട്ടോ അച്ഛൻ, കവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓസ് കണക്ട് ചെയ്യാം, ഹൈ ക്വാളിറ്റി ഓസ്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇത് ഫ്രണ്ടിലാണ് കണക്ട് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റിന് പിറകിൽ ഇവിടെ ഒരു വാട്ടർ കണക്ടർ ഉണ്ട്. ഇത് നമ്മുടെ വാട്ടർ ഇന്നാണ്. നമ്മുടെ ടാപ്പിൽ നിന്നൊക്കെ ഒരു ഓസ് കൊടുത്തിട്ട് വേറെ എക്സ്ട്രാ ഓസ് ഇതിന് വേണ്ടി വരും, അത് കൊടുത്തിട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ വരുന്നത് ഫ്രണ്ടിലാണ്. ഫ്രണ്ടിൽ വരുന്നത് ഇവിടെയാണ് നമുക്ക് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് കൊടുക്കുക. അതിനകത്തൊരു വാഷറുണ്ട്, അതുകൊണ്ട് ടൈറ്റായി ഇരുന്നോളും. ഉള്ളിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് അപ്പോൾ ഇത് അതിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ. ഇനി ഇത് പൈപ്പ് ഇവിടെ ചുറ്റി നമുക്കിവിടെ പൈപ്പ് ഇവിടെ ഹാങ് ചെയ്തിടാം. പിന്നെ ഈ കേബിള് ചുറ്റിയിട്ട് ഇവിടെ ഈ സൈഡിൽ ഹാങ് ചെയ്തിടാം. അപ്പോൾ പൈപ്പിൻ്റെ ഒരു അറ്റം കൊടുക്കാനുള്ളത് ഗണ്ണിലാണ്. ഗണ്ണിലെടുക്കാൻ ജസ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാലിരിക്കും. നല്ല ഉള്ളിലേക്കാണ് പ്രസ് ചെയ്യുക, ടൈറ്റായിരിക്കും. ഇനി ഇത് എടുക്കാനാണെങ്കിൽ ഇവിടെ ഒരു നോബുണ്ട്, ഇത് പ്രസ് ചെയ്ത് പിടിച്ച് വലിച്ചാൽ പോരും ചെയ്യും. ഗണ്ണ് സെറ്റായി. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പാണ് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ ടോട്ടലിൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ് ഡിയർസൺ എന്ന് പറയുന്ന ഡീലർഷിപ്പ്. അവിടെ നിന്നാണ് അത് വാങ്ങിയത്. ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തന്നെയാണ്. സാധാരണ ടൂൾസിൻ്റെ ഷോപ്പല്ല, ഒരു ന്യൂ ജെൻ ടൂൾസിൻ്റെ ഷോപ്പ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തന്നെയാണ്. ഇവിടെ എല്ലാവിധ ടൂൾസും ഉണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ എല്ലായിടത്തേക്കും എല്ലാ ടൂൾസിൻ്റെ ഷോപ്പിലേക്കും ഒരു സർവീസ് സപ്ലൈ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കൊറോണയുടെ പ്രശ്നം കാരണം കുറച്ചായി വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. പിന്നെ അതുകൂടാണ്ട് ഏതെങ്കിലും ടൂൾസ് ആവശ്യമുള്ള ആളുകളും കോൺടാക്ട് ചെയ്യാൻ പറ്റാവുന്ന സാധനങ്ങളാണെങ്കിൽ ഒരു കൊറിയർ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ടോട്ടൽ ബ്രാൻഡ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാണുമ്പോഴും ടച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി, ഈ കളറുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മെഷീനിൽ ആകെ ഒരു ബട്ടണേ കാണുന്നുള്ളൂ, ഇത് ഓൺ ഓഫ് അത്ര ബട്ടണുള്ളൂ. പിന്നെ പിന്നെയുള്ളത് നമ്മളെ ഗണ്ണിലൊരു ഇതാണ് ഗണ്ണിൻ്റെ ബട്ടൺ. ഇത് പ്രസ് ചെയ്താലാണ് വളരെ. ഇതിനൊരു ലോക്ക് ഉണ്ട് ഇവിടെ. ഇപ്പുറത്ത് ഞെക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആവില്ല. ലോക്ക് റിലീസാക്കിയാൽ മാത്രമേ ഉള്ളൂ ഗണ്ണ് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അതിന് ഒരു എക്സ്റ്റൻഷൻ ഹോസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹോസിനായിട്ടൊരു കണക്ടർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടിയതല്ല, ഇത് എക്സ്ട്രാ ഒരു ടോട്ടലിൻ്റെ തന്നെ ബ്രാൻഡാണ്. ഇത് 3 കൂടെ 195 MRP വരുന്നുണ്ട്. 30% ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് എവിടെ കണക്ട് ചെയ്യുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഓസ് കൊടുക്കുന്നതെന്ന് പറയില്ലേ, അത് ഓസ് ടൈറ്റായിട്ട് ഇരിക്കാനുള്ള കണക്ടറാക്കി വെക്കാം. ഈ പ്രൊഡക്റ്റിൻ്റെ വില ഞാൻ അവസാനം പറഞ്ഞുതരാം. 30% ഡിസ്കൗണ്ടും ഉണ്ട്. ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള റേറ്റും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഓസ് ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനൊരു കണക്ടറിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ വാങ്ങിയ കണക്ടർ ഇല്ലാണ്ട് ഇതിൻ്റെ കൂടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഒരു കണക്ടർ കിട്ടുന്നുണ്ട്. അത് വെച്ചും ചെയ്യാം. അത് വെച്ച് ഇതിലിങ്ങനെ കയറ്റിയിടാം. പക്ഷേ ഒന്നുകൂടി സേഫ്റ്റിക്ക് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ വേറെ നേരത്തെ കാണിച്ചില്ല, ആ കണക്ടർ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഇടാൻ നോക്കാം. ഇനി ഇതിൽ ഫിക്സ് ചെയ്യാം. യെസ്. ഇനി നമുക്ക് ഓസ് കണക്ട് ചെയ്യാം. ഓസ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 1/2 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. അയ്യോ, അതിന് മുമ്പ് ആദ്യം ഈ സാധനം ഇതിനകത്ത് ഇടണം കേട്ടോ, അത് മറന്നു. ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഇതാ അച്ചൂസ് അവിടെ പാചകമാണ്. ഇതാ ഇനി ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. യെസ്. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഇനി ഓണാക്കി വെക്കാം. അപ്പോൾ കണ്ടോ, പിന്നെ മോട്ടർ വർക്കിംഗ് ആണ്.
ഇനി നമുക്കതൊന്ന് അടിച്ചു നോക്കാം. കുറച്ച് വഴി നോക്കാം. നമ്മുടെ മെഷീൻ ഓണാക്കിയപ്പോൾ അതിനകത്തൊരു മോട്ടർ ഓണായില്ല. അതൊരു 5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയി റൺ ആവും. ആ സമയത്താണ് ശരിക്കും ആ മെഷീനിൽ എയർ ലോഡാവുന്നത്. എയർ ലോഡായി കഴിഞ്ഞാൽ ആ മെഷീൻ മോട്ടർ ഓഫ് ആവും. പക്ഷേ ആ സമയത്ത് ശരിക്കും പ്രവർത്തിക്കാൻ പാടില്ല ഗണ്ണ്. ഞാൻ സമയത്ത് അറിയാണ്ടാണ് പ്രവർത്തിച്ചത്. പക്ഷേ ആ സമയത്ത് കൃത്യമായ വാട്ടർ വരില്ല, അതിൽ ഫ്ലോ കറക്റ്റായിരിക്കില്ല. ആ മോട്ടർ ഓഫായതിന് ശേഷം പിന്നെ നമ്മൾ ഗണ്ണ് പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് പിന്നീട് മോട്ടർ ഓൺ ആവുന്നത്. ആ സമയത്താണ് ശരിക്കും അതിൻ്റെ ഫുൾ പ്രഷറിൽ നമുക്ക് കിട്ടുകയുള്ളൂ. റോളിംഗ് ഇപ്പം സംഭവം തെറ്റായി. നല്ല ഫോഴ്സുണ്ട്. ഞാൻ ആദ്യം ഒന്ന് തെറ്റിദ്ധരിച്ചു. അയ്യോ, ഇനി ഇവിടെ പ്രഷർ പ്ലസ് മൈനസ് ഉണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രഷർ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടിച്ചു നോക്കാം. സാധാ വെള്ളം വരുന്നവരെ പ്രഷർ ഏറ്റവും കൂടിയത്. പിന്നെ ഇതിൻ്റെ കാറ്റലോഗിൽ പ്രത്യേകം കാര്യം പറയുന്നുണ്ട്, ആളുടെ മേത്തേക്ക് പിന്നെ പെറ്റ്സ്, ഡോഗ് അങ്ങനെ നമ്മളെ വളർത്തുന്നതിനുള്ള മേത്തേക്കൊന്നും അടിക്കരുതെന്ന്. അത്രയും പ്രഷറാണ്. 160 ബാർ ആണ് ഇതിൻ്റെ പ്രഷർ വരുന്നത്. പിന്നെ 150 ബാർ. ഇതാണ് ഫാൻ മോഡ്. ഇതാണ് സ്റ്റീം. ഇതൊക്കെ ഉണ്ടായത് ഇതിൻ്റെ ഫോഴ്സ് വെച്ചത് നിലത്തടിച്ച് നോക്കിയതാണ്. നിലം കുഴിഞ്ഞു. എൻ്റെ മേത്ത് ഉണ്ടാവും ചളി. അയ്യേ, ബാക്ക് പോയോ? അയ്യോ, ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വണ്ടി കഴുകാൻ പറ്റും. പക്ഷെ വണ്ടി കഴുകാൻ ശരിക്കും ചെറിയ ഗണ്ണാണ് യൂസ് ചെയ്യുക. പക്ഷേ യൂസ് കഴുകാൻ, പിന്നെ തറയിലടിക്കാൻ, പിന്നെ ടൈപ്പ് മതിൽ ഒക്കെ ക്ലീൻ ചെയ്യാനെല്ലാം ഇത് ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പർപ്പസൊക്കെ നോക്കിയേക്കാം. വണ്ടി കഴുകി വെക്കാം, തറയിലൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. ഓക്കെ, ഈ സൈഡിൽ നിന്ന് എടുക്കും. നിങ്ങൾ എണ്ണയിൽ കാണും. നമുക്ക് ഇത് വെച്ച് ടൈൽസ് കഴുകി നോക്കാം. ഇന്റർലോക്ക്. ഈ സോപ്പ് ബോക്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുറന്ന് ഇതിനകത്ത് സോപ്പ് ലിക്വിഡാണ് ഒഴിക്കേണ്ടത്. ലിക്വിഡ് കാർ വാഷ്, ഷാമ്പു ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കുഴപ്പമൊന്നുമില്ല. ശരിക്കും അതിൻ്റെ ലിക്വിഡ് കിട്ടും. ഫോമല്ല, കാർ വാഷ് ലിക്വിഡ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പൈപ്പ് ഇറക്കി, പൈപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഇതിലെങ്ങനെ ഇത് വരികയെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇവിടെ ഫാന്, സ്റ്റീം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. അത് കൂടാണ്ട് ഇവിടെ പ്രഷറുണ്ട്. ഈ പ്രഷർ കമ്മിയാക്കുക.
പ്രഷർ കമ്മിയൊക്കെ നോർമൽ വെള്ളം പോലെ വരും. പക്ഷേ അപ്പോഴാണ് സോപ്പ് വരിക. കണ്ടോ, അത് ലിക്വിഡ് കഴിഞ്ഞു. ഞാനിപ്പോൾ വണ്ടിയൊക്കെ അടിച്ച് കഴുകി. ഇതാ ഇങ്ങനെയാണ് ലിക്വിഡ് വരിക. എന്നിട്ട് പ്രഷർ പഴയ പോലെ ആക്കി കഴിഞ്ഞാൽ നോർമൽ വെള്ളം വരും. ഇവിടെയാണ് അതിൻ്റെ പ്രവർത്തനം വരുന്നത്. ഇവിടെ പ്രഷർ പ്ലസ് മൈനസ് ഉണ്ടാവും, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കാറ്റലോഗിൻ്റെ കൂടെ ഒരു കമ്പി ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷറിൻ്റെ ഗണ്ണിൻ്റെ അറ്റം വരുന്ന പാർട്സിൽ ഇതിൻ്റെ തറ്റത്തൊരു ചെറിയൊരു പോയിൻ്റ് ഉണ്ടാവും, വെള്ളം വരുന്നത്. ഇതാ ആ പോയിൻ്റ് കണ്ടോ, ആ പോയിൻ്റിൽ എന്തെങ്കിലും ഒന്ന് അടയുകയാണെങ്കിൽ കുത്തി കൊടുക്കാനുള്ളതാണ് ഈ കമ്പി. അപ്പോൾ നമ്മുടെ പ്രഷർ വാഷർ അടിപൊളി സാധനമാണ്. നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഫോഴ്സ് പവറും പിന്നെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നനഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ മെഷീൻ അധികം നനക്കാണ്ടിരിക്കുക, വലിയ വെള്ളം തെറിച്ചാലൊന്നും വലിയ കുഴപ്പമില്ല. മഴയത്തൊന്നും വെക്കാണ്ടിരിക്കുക, ഡയറക്റ്റ് നമുക്ക് അടിക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറയാമെന്ന് പറയുന്നു. ഇതിൻ്റെ MRP വരുന്നത് 20,625 ആണ്. പക്ഷേ 30% ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 30% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 14,430 സംതിങ് ആ റേറ്റ് വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഇതിൻ്റെ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു നോക്കുക. 1 ഇയർ സർവീസ് വാറണ്ടി ഉണ്ട്, ഓൺ സൈറ്റ് വാറണ്ടി നമ്മുടെ സ്ഥലത്ത് വന്ന് സർവീസ് തരും. എല്ലായിടത്തും സർവീസ് സെൻ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും അതുവരേക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ. ഇതൊക്കെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി, വീഡിയോ എടുക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണ്. ഹായ് റിയാസേ, ഏയ് നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സാണ് അല്ലേ? ഇനി വീഡിയോ കാണില്ലേ ജി? ഞാൻ ഇങ്ങനെ വിളിച്ചത്.